ഒരു ജീവൻ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഒരു അമ്മയെടുക്കുന്ന സമയം, അതായത് മുഴുവൻ 9 മാസങ്ങൾ, 270 ദിവസത്തെ ശാരീരികമായ വേദനകളും ത്യാഗങ്ങളും, ആ കുട്ടിയെ വളർത്തി വലുതാക്കാൻ പിന്നെയും വർഷങ്ങളുടെ അധ്വാനം. അതെ, വർഷങ്ങളുടെ അധ്വാനം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചൊവ്വാഴ്ച രാവിലെ കേവലം 2 സെക്കൻഡ് നേരത്തെ നമ്മുടെ അശ്രദ്ധ മതി അതെല്ലാം എന്നേക്കുമായി ഇല്ലാതാക്കാൻ. പ്രിയ കേൾവിക്കാരെ, നമ്മുടെ മറ്റൊരു ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചോ പോലീസ് ഫൈനുകളെക്കുറിച്ചോ ഒന്നുമല്ല കേട്ടോ. അല്ല, നമ്മൾ അതിനെപ്പറ്റിയല്ല ഇന്ന് സംസാരിക്കുന്നത്. പകരം നമ്മളിൽ പലരും സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ചില മനുഷ്യരെക്കുറിച്ചാണ്. തീർച്ചയായും. ആ നിയമങ്ങൾക്കുമപ്പുറം ഓരോ യാത്രയ്ക്ക് പിന്നിലുമുള്ള മനുഷ്യരെക്കുറിച്ചാണ് നമ്മളിന്ന് ഡീപ്പ് ഡൈവ് ചെയ്യുന്നത്. സയ്യദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഹർഗർ സെ ഏക് സൈനിക് എന്ന പുസ്തകത്തിലെ 2ാമത്തെ അധ്യായം, അതായത് ദ പീപ്പിൾ വി ഫൊഗറ്റ് ആർ ദെയർ എന്ന അധ്യായം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യവും അതുതന്നെയാണ്. നമ്മൾ മറന്നുപോകുന്ന മനുഷ്യർ. ആ പേര് തന്നെ വളരെ ചിന്തിപ്പിക്കുന്നതാണല്ലേ? അതെ, അത് വളരെ കൃത്യമായൊരു തലക്കെട്ടാണ്. ഇത് കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ദിവസവും ഡ്രൈവ് ചെയ്യുന്ന ആളായിരിക്കാം. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളും അദൃശ്യമായ ചില ഭാരങ്ങൾ ചുമക്കുന്നുണ്ട് എന്ന വലിയൊരു സത്യം നമ്മളിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ രാവിലെ വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും? ഓഫീസിലെ മീറ്റിംഗ്, മുന്നിലെ ട്രാഫിക് ബ്ലോക്ക്, അല്ലെങ്കിൽ കൊടുത്താനുള്ള ബില്ലുകൾ, ഇതൊക്കെയല്ലേ? സത്യം, ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ചിന്തകൾ. പക്ഷേ ആ നിമിഷം മുതൽ നമ്മുടെ വീട്ടിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മുതൽ ആ വീട്ടിലെ മറ്റുള്ളവർക്ക് അതൊരു നിശബ്ദമായ കാത്തിരിപ്പാണ്. കൃത്യമായി പറഞ്ഞാൽ അതൊരു അദൃശ്യമായ നൂലാണ് നമ്മളെയും വീടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓരോ യാത്രക്കാരനും തന്റെ പിന്നിൽ ഒരു വീട് ചുമക്കുന്നുണ്ട്. അതായത് ആ ദൃശ്യമായ നൂല്. അതെ, രാവിലെ ചൂടാക്കി വെച്ച ഭക്ഷണം, പിന്നെ വൈകുന്നേരമാകുമ്പോൾ ഫോണിലേക്ക് ഇടയ്ക്കിടെ പോകുന്ന കണ്ണുകൾ, പുറത്തൊരു വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വാതിൽക്കലേക്ക് പോകുന്ന ശ്രദ്ധ. ഇതൊന്നും വണ്ടി ഓടിക്കുന്ന ആൾ അറിയുന്നില്ലല്ലോ. അയാളുടെ സ്വന്തം ലോകത്താണ്, റോഡിലെ തിരക്കുകളിലാണ്. ശരിയാണ്. എന്നാൽ വീട്ടിലുള്ളവർ ഒരു വലിയ അനിശ്ചിതത്വത്തിലാണ് ആ സമയം മുഴുവൻ ജീവിക്കുന്നത്. എനിക്കിത് ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇതൊരു ബഹിരാകാശ ദൗത്യം, അതായത് ഒരു സ്പേസ് മിഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ഓഹോ, സ്പേസ് മിഷൻ, അതൊരു നല്ല ഉപമയാണല്ലോ. അതെ, കാരണം ബഹിരാകാശത്തേക്ക് പോകുന്നയാൾക്ക് ആ യാത്രയുടെ ത്രില്ലും മുന്നിലുള്ള ലക്ഷ്യവും മാത്രമേ കാണൂ. എന്നാൽ താഴെ ഭൂമിയിലെ കൺട്രോൾ റൂമിലോ അവരുടെ കണ്ണുകൾ മുഴുവൻ സ്ക്രീനിലായിരിക്കും. അതുതന്നെ, അവരുടെ കണ്ണുകൾ സ്ക്രീനിലാണ്, റഡാറുകളിലാണ്. ഓരോ സെക്കൻഡും അവർക്ക് വലിയ ടെൻഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകൾ ഈ കൺട്രോൾ റൂമുകൾ പോലെയാണ്. ആ വ്യക്തി സുരക്ഷിതമായി തിരിച്ചെത്തുന്നതുവരെ ബാക്കി എല്ലാവർക്കും അതൊരു ഭയങ്കര സ്ട്രെസ്സാണ്. ആ ഉപമ വളരെ കൃത്യമായിട്ട് ഈ അവസ്ഥയെ വരച്ചു കാണിക്കുന്നുണ്ട്. കൺട്രോൾ റൂമിനൊന്നും ചെയ്യാൻ കഴിയില്ല, വെറുതെ കാത്തിരിക്കാൻ മാത്രമേ കഴിയൂ. ആ പുസ്തകത്തിൽ പറയുന്ന ചില ഉദാഹരണങ്ങൾ തന്നെയുണ്ട്. അതിരാവിലെ ജോലിക്ക് പോകുന്നൊരു ഓട്ടോ ഡ്രൈവറെ എടുക്കാം. അയാൾ ട്രാഫിക്കിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അയാളുടെ ചിന്ത പണത്തെക്കുറിച്ചോ വണ്ടിയിലുള്ള യാത്രക്കാരെക്കുറിച്ചോ ആയിരിക്കും. എന്നാൽ അയാളുടെ തലച്ചോറിന്റെ ഒരു കോണിൽ കഴിഞ്ഞ ആഴ്ച അസുഖം വന്ന ഇളയ കുട്ടിയോ കൊടുക്കാനുള്ള വീട്ടുവാടകയോ ഒക്കെ ഉണ്ടാവും. തീർച്ചയായും. അതുപോലെ സൈക്കിളിൽ പോകുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനി, അവൾ കേവലം ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ് അവൾ ചുമക്കുന്നത്. എന്നാൽ റോഡിന് ഈ പ്രതീക്ഷകളെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ. റോഡ് കാണുന്നത് വെറും ലോഹത്താൽ നിർമ്മിച്ച വാഹനങ്ങളെ മാത്രമാണ്. അതാണ് ഇതിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സത്യം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്നാൽ, നമ്മൾ പലപ്പോഴും അപരിചിതരായ മനുഷ്യരുടെ തീരുമാനങ്ങളെയാണ് വിശ്വസിച്ച് റോഡിലേക്ക് ഇറങ്ങുന്നത്. അതെ, നമ്മൾ കണ്ടിട്ടുപോലുമില്ലാത്ത ആളുകൾ. അതുതന്നെ, നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാലും നമ്മുടെ ജീവൻ നമ്മുടെ മുന്നിലോ പിന്നിലോ പോകുന്ന ഒരു അപരിചിതന്റെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു. റോഡിന് നിങ്ങളുടെ കഥയറിയില്ല, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണെന്നോ നിങ്ങൾക്ക് വീട്ടിൽ എത്ര വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നൊന്നും എതിരെ വരുന്ന ആ വാഹനത്തിന് അറിയില്ലല്ലോ. പക്ഷേ എനിക്കിവിടെ ഒരു ചെറിയ വിയോജിപ്പുണ്ട്. നമ്മൾ എപ്പോഴും ഈ വൈകാരികമായ വശം മാത്രം ചിന്തിച്ചാൽ മതിയോ? എന്നുവെച്ചാൽ? അതായത് ജീവിതം വളരെ തിരക്കുള്ളതല്ലേ. ഓഫീസിലേക്ക് എത്താൻ വൈകുമ്പോൾ നമ്മുടെ തലച്ചോറ് സ്വാഭാവികമായും ഏറ്റവും വേഗത്തിൽ അവിടെ എത്താനല്ലേ ശ്രമിക്കുക? ശരിയാണ്. 1% അപകട സാധ്യതയേക്കാൾ
കൃത്യസമയത്ത് ജോലിക്കെത്തുക എന്നതിലല്ലേ മനുഷ്യന്റെ ആ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് മുൻഗണന നൽകുന്നത്? ഇതിനെ വെറുമൊരു അശ്രദ്ധ എന്ന് വിളിക്കാൻ പറ്റോ? സമയം ലാഭിക്കുക എന്നത് മനുഷ്യസഹജമായ ഒരു കാര്യമല്ലേ? നിങ്ങൾ ചോദിച്ചത് വളരെ പ്രായോഗികമായൊരു കാര്യമാണ്. ഇവിടെയാണ് മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതി, അതായത് അതിന്റെ സയൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ മനഃശാസ്ത്രത്തിൽ ഹാബിച്വേഷൻ എന്ന് പറയും. ഹാബിച്വേഷൻ, അതായത് പരിചിതമായ കാര്യങ്ങളോടുള്ള ഒരു ശീലം. അതെ, പരിചിതമായ സാഹചര്യങ്ങളോടുള്ള അമിത വിശ്വാസം എന്ന് വിളിക്കാം. നമ്മൾ ആദ്യമായി ഒരു പുതിയ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ അപകടം തിരിച്ചറിയുന്ന ഭാഗം വളരെ സജീവമായിരിക്കും. നമ്മൾ ഓരോ കുഴിയും വളവും ഒക്കെ വളരെ ശ്രദ്ധിക്കും. അതെ, നമ്മൾ ഭയങ്കര അലേർട്ടായിരിക്കും. എന്നാൽ ദിവസവും പോകുന്ന ഒരേ റൂട്ടിൽ നമ്മുടെ തലച്ചോറ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറും. ഓ, അതായത് ഇതൊരു മൊബൈൽ ഫോണിലെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് പോലെയാണല്ലേ? ചാർജ് തീരാതിരിക്കാൻ തലച്ചോറ് അനാവശ്യമായ ചിന്തകളെ മരവിപ്പിക്കുന്നു എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. ദിവസവും ഒരേ വഴിയിലൂടെ പോകുമ്പോൾ ഊർജം സംരക്ഷിക്കാൻ വേണ്ടി തലച്ചോറ് അപകടസാധ്യതകളെ അങ്ങ് അവഗണിക്കുന്നു. അതെ, അതുതന്നെയാണ് സംഭവിക്കുന്നത്. 100 തവണ നമ്മളൊരു തെറ്റു ചെയ്യുകയും, ഉദാഹരണത്തിന് ഹെൽമെറ്റ് വയ്ക്കാതെ അടുത്തുള്ള കടയിൽ പോവുകയും അവിടെ അപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ അതൊരു സുരക്ഷിതമായ കാര്യമാണെന്ന് നമ്മുടെ തലച്ചോറ് വിശ്വസിച്ചു തുടങ്ങും. അപ്പോൾ തലച്ചോറ് തന്നെ നമ്മളെ പറ്റിക്കുകയാണ്. തീർച്ചയായും. നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പറയും, ഇതൊരു വെറും 5 മിനിറ്റ് യാത്രയല്ലേ, ഇവിടെ എനിക്ക് എന്ത് സംഭവിക്കാനാണ് എന്ന്. അതൊരു വലിയ കെണിയാണല്ലോ. നമ്മൾ ശരിക്കും നമ്മളെ തന്നെ വിഡ്ഢികളാക്കുകയാണ്. നമ്മുടെ അനുഭവം നമ്മളെ എപ്പോഴും രക്ഷിക്കുമെന്ന് നമ്മൾ വെറുതെ വിശ്വസിക്കുന്നു. ഈ അമിതവിശ്വാസമാണ് ഇതിലെ ഏറ്റവും വലിയ വില്ലൻ. നമ്മൾ കരുതുന്നത് നമ്മുടെ അനുഭവ സമ്പത്ത് നമ്മെ രക്ഷിക്കുമെന്നാണ്. പക്ഷേ ഭൗതികശാസ്ത്രത്തിന്, അതായത് ഫിസിക്സിന്, നിങ്ങളുടെ അനുഭവ സമ്പത്തോ നിങ്ങളൊരു വലിയ ബിസിനസ്സുകാരനാണെന്നോ ഒന്നും അറിയില്ല. ഫിസിക്സിന് അതൊന്നും പ്രശ്നമല്ല. അതെ, അതിന് നിങ്ങളുടെ വാഹനത്തിന്റെ വേഗതയും വണ്ടി ഇടിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതവും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരവും മാത്രമേ അറിയൂ. ഒരു വാഹനം മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ നിങ്ങളുടെ ശരീരവും അതേ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. സത്യം. പെട്ടെന്ന് വണ്ടി നിൽക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാമല്ലോ. ഈ ഫിസിക്സ് ഒരു വിവേചനവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ അധ്യായത്തിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. അതിൽ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു കഥയുണ്ട്. ആ വീട്ടുജോലിക്കാരിയായ അമ്മയുടെ കഥയാണോ? അതെ, ആ അമ്മയുടെ അവസ്ഥ. മറ്റുള്ളവരുടെ വീടുകളിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരമ്മ. കിട്ടുന്ന ഓരോ നാണയത്തൊട്ടും സ്വരൂക്കൂട്ടി മകനെ വളർത്തിയ ആ അമ്മയുടെ ജീവിതം ഒറ്റ ദിവസം കൊണ്ടാണ് മാറിമറിയുന്നത്. ആ മകൻ അവന്റെ സുഹൃത്തിന്റെ ബൈക്കിൽ വളരെ ചെറിയൊരു ദൂരത്തേക്ക് ഹെൽമെറ്റില്ലാതെ പോയി. അവൻ പിന്നീട് തിരികെ വന്നില്ല. വളരെ സങ്കടകരമായൊരവസ്ഥയാണത്. ആ അപകടത്തിന് ശേഷം ആ അമ്മ ചോദിച്ച ഒരേ ഒരു ചോദ്യമുണ്ട് ആ പുസ്തകത്തിൽ: ഇനി ഞാൻ ആർക്കുവേണ്ടി ഭക്ഷണമുണ്ടാക്കും? ആർക്കുവേണ്ടി ഭക്ഷണമുണ്ടാക്കും? ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ചോദ്യം ആ അമ്മയുടെ ജീവിതത്തിന്റെ മുഴുവൻ അർത്ഥവും ഇല്ലാതാക്കുകയാണ്. നമ്മൾ ഈ ഡീപ് ഡൈവിന്റെ തുടക്കത്തിൽ സംസാരിച്ച ആ 270 ദിവസങ്ങളുടെ ത്യാഗമൊന്ന് ഓർത്തു നോക്കൂ. അതെ, 9 മാസത്തെ കാത്തിരിപ്പ്. 9 മാസം ഗർഭപാത്രത്തിൽ ചുമന്നൊരമ്മയുടെ ത്യാഗവും വെറും 2 മിനിറ്റ് എടുത്ത് ഒരു ഹെൽമെറ്റ് വെക്കാൻ നമ്മൾ കാണിക്കുന്ന അശ്രദ്ധയും തമ്മിലുള്ള വലിയ അന്തരം, അത് നമ്മെ ശരിക്കും ചിന്തിപ്പിക്കേണ്ടതാണ്. മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ അസമത്വം ഇതാണെന്ന് തോന്നുന്നു. നിർമ്മിക്കാൻ വർഷങ്ങളെടുക്കും, തകർക്കാൻ ഒരു നിമിഷം മതി. ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ തവണ നിങ്ങൾ അടുത്തുള്ള കടയിലേക്ക് വണ്ടിയെടുത്തപ്പോൾ ശരിക്കും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ? മിക്കവാറും ഇട്ടിട്ടുണ്ടാകില്ല. അതെ, ഇതൊരു 2 മിനിറ്റ് യാത്രയല്ലേ എന്ന് നിങ്ങളുടെ തലച്ചോർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. അവിടെയാണ് ഈ അപകടം പതിയിരിക്കുന്നത്. ഈ നഷ്ടങ്ങൾക്ക് യാതൊരു വേർതിരിവുമില്ല എന്ന് പറയുന്നതിന് വലിയൊരു കാരണമുണ്ട്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ റോഡിനില്ല. തീർച്ചയായും ഇല്ല. ലോകമറിയുന്ന പ്രശസ്തരായ ക്രിക്കറ്റ് താരങ്ങൾക്കുപോലും റോഡ് അപകടത്തിൽ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണമോ പ്രശസ്തിയോ ഒന്നും റോഡിൽ നമുക്കൊരു കവചമായി മാറുന്നില്ലല്ലോ. അതാണിതിലെ ഏറ്റവും വലിയ പാഠം. ഒരു അപകടം നടക്കാൻ നമ്മളെപ്പോഴും ഒരു മോശം ഡ്രൈവർ ആകണമെന്നില്ല. ആ നിർണായകമായ ഒരു നിമിഷത്തിൽ നമ്മുടെ ശ്രദ്ധ എവിടെയായിരുന്നു എന്നത് മാത്രമാണ് പ്രധാനം. അതുകൊണ്ടാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ലാത്തത്. അത് നമ്മുടെ ജീവന്റെ അവസാനത്തെ ഇൻഷുറൻസാണ്. ഇത്രയൊക്കെ ഭയാനകമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടും
നമ്മൾ പഠിക്കുന്നില്ല എന്നത് പോട്ടെ, നമ്മുടെ കാറിന്റെ പിൻസീറ്റിലേക്ക് നമ്മൾ അറിയാതെ കടത്തിവിടുന്ന മറ്റൊരു വലിയ അപകടമുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല, അല്ലേ? വളരെ കൃത്യമായൊരു പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന വിഷയം ഇതാണ്. കാറുകളിലെ പിൻസീറ്റുകൾ യഥാർത്ഥത്തിൽ ഒരു ക്ലാസ് റൂമാണ്. പിൻസീറ്റിലെ ക്ലാസ് റൂം? അതെ, നമ്മുടെ ഈ അശ്രദ്ധകൾ നമ്മളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് സത്യം. പിൻസീറ്റിലിരിക്കുന്ന കുട്ടികൾ മുതിർന്നവരെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അവർ നമ്മൾ പറയുന്ന വലിയ ഉപദേശങ്ങളല്ല കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് പഠിക്കുന്നത്. അതായത് കുട്ടികൾ നമ്മുടെ വീട്ടിലൊരു ഹിഡൻ CCTV ക്യാമറ പോലെയാണെന്ന് പറയാമല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ ഒരു ഹിഡൻ CCTV തന്നെ. നമ്മൾ അവർക്ക് നൽകുന്ന സുരക്ഷാ ക്ലാസുകളോ ഉപദേശങ്ങളോ അവരെ സ്വാധീനിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഫോൺ നോക്കി വണ്ടി ഓടിക്കുമ്പോഴോ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുമ്പോഴോ അതൊക്കെ അവരൊപ്പിയെടുക്കുകയാണ്. അവർക്കത് തെറ്റായി തോന്നില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. അവർക്കത് തെറ്റായി തോന്നില്ല. കാരണം കുട്ടികൾക്ക് ലോകത്തെക്കുറിച്ച് സ്വന്തമായി മുൻവിധികളൊന്നുമില്ലല്ലോ. മുതിർന്നവർ, പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾ എന്തു ചെയ്യുന്നുവോ അതാണ് ശരിയെന്നവർ വിശ്വസിക്കുന്നു. ഒരച്ഛനോ അമ്മയോ ട്രാഫിക് ബ്ലോക്കിൽ ദേഷ്യപ്പെടുന്നതോ സിഗ്നൽ തെറ്റിക്കുന്നതോ ഒക്കെ കാണുമ്പോൾ കുട്ടികളുടെ തലച്ചോറ് അതിനെ റോഡിലെ ഒരു സ്വാഭാവികമായ പെരുമാറ്റമായി അങ്ങ് രജിസ്റ്റർ ചെയ്യുന്നു. ഭാവിയിൽ അവർ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതേ തെറ്റുകൾ യാതൊരു കുറ്റബോധവുമില്ലാതെ ആവർത്തിക്കാൻ അവർക്ക് വളരെ എളുപ്പം കഴിയും. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ നിന്ന് അസഭ്യം പറയുമ്പോൾ കുട്ടികൾ ചിന്തിക്കുന്നത് ഇതാണ് ആശയവിനിമയത്തിന്റെ ശരിയായ രീതി എന്നാണ്. ഇത് വളരെ ഗുരുതരമായൊരു കാര്യമാണല്ലോ. അതെ, വളരെ ഗുരുതരമാണ്. നമ്മൾ നമ്മുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നതെന്ന് മാത്രമല്ല, അടുത്ത തലമുറയുടെ കൈകളിലേക്ക് ഒരു ലോഡഡ് ഗൺ കൊടുത്തുവിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ലൈസൻസ് അവർക്ക് ജനിക്കുമ്പോഴേ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? നിയമം കൂടുതൽ കർശനമാക്കുകയാണോ ഇതിനൊരു പോംവഴി? നിയമം കർശനമാക്കുന്നത് ഒരു പരിധിവരെ തീർച്ചയായും സഹായിക്കും. പക്ഷേ യഥാർത്ഥ മാറ്റം വരേണ്ടത് അവിടെയല്ല. റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് പോലീസിനോടുള്ള ഭയമോ ഫൈൻ അടയ്ക്കേണ്ടി വരുമോ എന്ന പേടിയോ അല്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് ശരിയാണ്. നമ്മൾ പിഴയടയ്ക്കേണ്ടി വരുമോ എന്ന് ഭയന്നാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നതെങ്കിൽ കുട്ടികൾ അവിടെ പഠിക്കുന്നത് പോലീസിനെ പറ്റിച്ച് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ്. മറിച്ച് ഉത്തരവാദിത്വബോധവും സ്നേഹവുമാണ് സുരക്ഷയ്ക്ക് കാരണമാകേണ്ടത്. നമ്മെ നോക്കി പഠിക്കുന്ന ഒരു തലമുറ പിൻസീറ്റിലുണ്ട് എന്ന തിരിച്ചറിവാണ് റോഡ് സുരക്ഷയുടെ ആദ്യത്തെ പാഠം. കുട്ടികളുടെ നിഷ്കളങ്കമായ ചില വാക്കുകൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ വാക്കുകളല്ലേ? അതെ. അച്ഛാ, ഹെൽമെറ്റ് വെക്കൂ, സീറ്റ് ബെൽറ്റ് ഇടൂ, ഞങ്ങൾ കാത്തിരിപ്പുണ്ട് എന്നൊരു കുട്ടി പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്നത് വെറുമൊരു നിയമമല്ല. അവരുടെ ലോകം സുരക്ഷിതമായിരിക്കണമെന്ന വലിയൊരു അപേക്ഷയാണത്. ആ വാക്കുകൾക്ക് ഏതൊരു ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിനേക്കാളും വലിയ ശക്തിയുണ്ട്. തീർച്ചയായും. കാരണം അത് വരുന്നത് ഫൈൻ അടിക്കുന്ന ഒരു പോലീസുകാരനിൽ നിന്നല്ലല്ലോ, മറിച്ച് നമ്മളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരിൽ നിന്നാണ്. ഞാൻ നിയമം പാലിക്കുന്നത് ഈ സിസ്റ്റത്തെ പേടിച്ചിട്ടല്ല, എന്റെ കുടുംബത്തെ ഓർക്കുമ്പോഴാണ് എന്ന വലിയൊരു മാറ്റം നമ്മുടെ ഉള്ളിലുണ്ടാകണം. സത്യം. നമ്മൾ തിരികെ വരണമെന്നാഗ്രഹിക്കുന്നവരുണ്ട് എന്ന ആ ഒരൊറ്റ ചിന്ത മതി നമ്മൾ ഹെൽമെറ്റ് വെക്കാനും സീറ്റ് ബെൽറ്റ് ഇടാനും. അതെ, ആ ഒരു ചിന്താഗതിയാണ് നമുക്ക് മാറേണ്ടത്. നമ്മൾ ഈ വിശകലനം ചെയ്ത ആശയങ്ങളെല്ലാം ചെന്നെത്തുന്നത് മനുഷ്യന്റെ വില എന്ന ഒറ്റ ബിന്ദുവിലാണ്. ഈ പുസ്തകത്തിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു യാഥാർത്ഥ്യം ഇതാണ്. റോഡ് എന്നത് വികാരങ്ങളില്ലാത്ത വെറും ഭൗതികശാസ്ത്രം മാത്രം പ്രവർത്തിക്കുന്നൊരു ഇടമാണ്. അതെ, നിർവികാരമായ ഒരിടം. അവിടെ നിങ്ങളുടെ സ്നേഹത്തിനോ സങ്കടത്തിനോ ഉത്തരവാദിത്തങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല. റോഡ് ഓർമ്മിച്ചു വയ്ക്കുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ വേഗത മാത്രമായിരിക്കും. കൃത്യമായി പറഞ്ഞാൽ അതൊരു നിർജീവമായ പ്രതലമാണ്. അവിടെ ആരും നിങ്ങളുടെ സങ്കടം കേൾക്കാൻ നിൽക്കില്ല. എന്നാൽ നിങ്ങളുടെ വീട് അങ്ങനെയല്ല. നിങ്ങളുടെ കുടുംബം, അവർക്ക് നിങ്ങളുടെ വേഗതയല്ല ആവശ്യം, നിങ്ങളുടെ സുരക്ഷിതമായ മടങ്ങിവരവാണ്. മടങ്ങിവരവ്. റോഡിലെ വെറും ഒരു 5 മിനിറ്റ് സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ആ തിടുക്കം ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് നൽകുന്നത് ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു ഇരുട്ടായിരിക്കും. വളരെ ശരിയാണ്. ആ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഒന്ന് നിയമങ്ങളുടെയും വേഗതയുടെയും ഈ നിർവികാരമായ ലോകം, മറ്റൊന്ന് സ്നേഹത്തിന്റെയും കാത്തിരിപ്പിന്റെയും ലോകം. അതെ. ഈ വിശദമായ ഡീപ്പ് ഡൈവ്
നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കുമായി ഒരു ചിന്ത ബാക്കി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുവാണ്. നാളെ രാവിലെ നിങ്ങൾ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനോ ആയി കാറിന്റെ താക്കോലോ ബൈക്കിന്റെ ഹെൽമറ്റോ എടുക്കുമ്പോൾ അതൊരു വെറും ഇരുമ്പ് കഷ്ണമോ പ്ലാസ്റ്റിക്കോ ആയി നിങ്ങളുടെ കണ്ണുകൾക്ക് തോന്നരുത്. അതെ, അതൊരു വലിയ ഉത്തരവാദിത്തത്തിന്റെ പ്രതീകമാണ്. മറിച്ച് നിങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ നിങ്ങൾക്കായി ഒരു പ്ലേറ്റ് മാറ്റിവെക്കുന്നവരോട്, നിങ്ങൾക്കായി വൈകുന്നേരം വരെ വാതിൽക്കലേക്ക് കണ്ണും നട്ടിരിക്കുന്നവരോട്, നിങ്ങൾ ചെയ്യുന്ന ഒരു അദൃശ്യമായ സത്യപ്രതിജ്ഞയായി ആ താക്കോലിനെയും ഹെൽമറ്റിനെയും കാണുക. വളരെ അർത്ഥവത്തായൊരു സത്യപ്രതിജ്ഞ. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി സുരക്ഷിതനായി തിരികെ വരും എന്ന വാഗ്ദാനം കേവലം ഒരു 2 മിനിറ്റ് സമയലാഭത്തിനു വേണ്ടി ലംഘിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇത് കേൾക്കുന്ന നിങ്ങൾ സ്വയം ചോദിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ സുരക്ഷിതരായിരിക്കുക.